ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ ഒരു മന്ത്ലി ജേണൽ ആട്ടോ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഫുൾ വീഡിയോ എന്നുള്ളത് ജൂലൈ മന്ത്ലി ജേണലാണ്. നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഓഗസ്റ്റ് മന്ത്ലി ജേണലാണ് ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് ഓരോ മന്ത്സ് ഇങ്ങനെ പോകുന്നത് അല്ലേ. ഞാൻ ഇപ്രാവശ്യം നിറയെ ഫുൾ വീഡിയോസ് ഒക്കെ ഇടണം എന്ന് നിറയെ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മന്തിൽ എനിക്ക് ഒരു ഫുൾ വീഡിയോ പോലും ചെയ്യാൻ പറ്റിയില്ല. അസുഖങ്ങളും തിരക്കായിട്ട് ഈ മന്ത് പോയത് തന്നെ അറിഞ്ഞില്ല. ഇനി ഈ മന്തിലെങ്കിലും കുറച്ച് ഫുൾ വീഡിയോസ് ഒക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇപ്രാവശ്യത്തെ ജേണലിംഗ് ഞാൻ ഹണികോംബ് തീമായിട്ട് എടുത്തത്. അത് സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. വരയ്ക്കാൻ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു തീമാണ്. കുറച്ച് ഹണികോംബിന്റെ ഫിഗേഴ്സ് അങ്ങനെ വരയ്ക്കുക, പിന്നെ 2-3 ഹണി ബീ വരച്ചെടുക്കുക. ഞാൻ വരച്ചെടുക്കുന്ന ഹണി ബീസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും മുക്കൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരു ബോഡിയും 2 ചിറകും മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഈ തീം സെലക്ട് ചെയ്തപ്പം ഇത്രയും ഭംഗിയിൽ വരുന്ന വിചാരിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഹണികോംബ് വരയ്ക്കുമ്പോൾ എല്ലാം സെയിം സൈസിൽ സെയിം ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ മൊത്തത്തിലൊരു കോളം വരയിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോളത്തിനും സെപ്പറേറ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ ആട്ടോ കൊടുത്തത്. പിന്നെ ഹണികോംസ് അതിനെ അടുപ്പിച്ച് വരക്കാണ്ട് അതിൽ കുറച്ച് സ്പേസ് ഒക്കെ വിട്ടിട്ട് ഒരു പാറ്റേൺ മാതിരി വരച്ചപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ചെയ്ത ഈ എല്ലാ ജേണലിലും വെച്ചിട്ട് ഈ ഹണികോംബ് തീം ഏറ്റവും ഇഷ്ടമായിട്ടോ. കാരണം ഇത് ആകെ 1 മണിക്കൂർ കൊണ്ടാട്ടോ ഞാൻ ഫുള്ളായിട്ട് വരച്ചെടുത്തത്. ആക്ച്വലി പെൻസിലിൽ വരച്ചിട്ടാണ് ഞാൻ പെന്നിൽ വരച്ചത്. ഡയറക്റ്റ് ആയിട്ട് പെന്നിൽ വരയ്ക്കണമെങ്കിൽ ഇത്ര പോലും സമയം എടുക്കില്ല. എനിക്കിതിൽ ഇനിയും ടഫായി തോന്നിയത് ആ ടൈറ്റിൽസ് എഴുതുന്നതാണ്. ആ റണ്ണിംഗ് ലെറ്ററിൽ എനിക്ക് കറക്റ്റായിട്ടൊന്നും എഴുതാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കാലിഗ്രഫി അത്ര വശമില്ല കേട്ടോ. ഞാൻ എങ്ങനെ എഴുതിയാലും അവസാനം ഈ ഒരു പാറ്റേൺ മാത്രം എനിക്ക് എഴുതാൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ജേണലിൽ നമ്മൾ ഫസ്റ്റ് ടൈറ്റിൽ പേജാണ് ചെയ്തത്. ദെൻ കാലണ്ടർ പേജും പിന്നെ മൂഡ് ട്രാക്കറും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റഡി ട്രാക്കറാണ് ചെയ്യുന്നത്. ഞാൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് വലിയ ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ കോളംസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഹണികോംബ് വരച്ച് അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു ഹെക്സഗൺസ് ഇട്ട് നിങ്ങൾക്കത് ഇനിയും അടിപൊളിയാക്കാം കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് ഞാൻ 1 പേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്തായാലും നമ്മൾ വീക്കിലി ടു ഡു ലിസ്റ്റ് ഒക്കെ ഓൾറെഡി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മാത്രം എഴുതിയെടുക്കാനായിട്ട് ഓൺലി 1 പേജിൽ മാത്രമേ ഞാൻ ഇതിൽ ടു ഡു ലിസ്റ്റ് കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ജേണലിൽ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എന്ന്. പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിൽ വിചാരിക്കും, ഓ നല്ല ഭംഗിയിൽ അടിപൊളിയായി വരച്ചിട്ടുണ്ടല്ലോ എന്ന്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പം അതിനായിട്ട് വലിയ ഹണികോംസ് വെച്ചിട്ട് അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു കോളംസ് ആട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാബിറ്റിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനനുസരിച്ച് ഓരോ കോളങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തത്തിൽ വൈറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയി തോന്നി. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലായിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും സിമ്പിൾ ആയിട്ടാട്ടോ വരച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും മന്ത്ലി പ്രിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേജസ് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലും ഇതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോ ഡിസൈൻസും കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ മൈൻഡിലും എന്തെങ്കിലും ജേർണലിംഗ് തീംസ് ആൻഡ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ജേർണലിംഗ് ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ജേർണലിംഗിന്റെ ഫ്ലിപ്പ് ത്രൂ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഈ ജേർണലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.